ഹലോ, വട്ടവട വീഡിയോസിൻ്റെ പാർട്ട് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. വട്ടവടയിൽ നിന്ന് നമ്മൾ നേരെ കുണ്ടല ഡാം, എക്കോ പോയിന്റ്, മാട്ടുപ്പെട്ടി ഡാം അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ കുണ്ടല ഡാമിലെത്തി. ഇത് ചെറിയൊരു ആർച്ച് ഡാമാണ്. ഇതിന് വേറൊരു പേര് കൂടിയുണ്ട്, സേതു പാർവതീപുരം എന്ന്. അപ്പോൾ മൂന്നാർ വന്ന് ആരോട് ചോദിച്ചാലും നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം എന്ന് ചോദിച്ചാൽ ആദ്യം പറയുന്നത് ഈ കുണ്ടല ഡാമാണ്. ഇവിടെ ഈ ഗ്രാൻഡിസ് മരങ്ങളുടെ ഇടയ്ക്ക് നല്ല അടിപൊളി ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഇതുണ്ടോ, ഒരു ചേട്ടൻ ഞങ്ങളെ ചാക്കിട്ട് പിടിച്ചു, ചേട്ടാ നല്ല അടിപൊളി ഫോട്ടോ എടുത്തു തരാമെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഇപ്പം ഇങ്ങോട്ട് വണ്ടി കടത്തി വിടുന്നില്ല, നമ്മളവിടെ പാർക്ക് ചെയ്തിട്ട് വേണം ഇങ്ങോട്ട് ഇതിൽ നടന്ന് പോകണം. ഇതിലെ ഇവിടെ രണ്ട് സൈഡിലും ഫുള്ള് കടകളാണ്. കൊമ്പ ഓരോ കടയിലേക്ക് കയറാൻ വേണ്ടി കളിക്കുന്നുണ്ട്. അതിന് മുമ്പേ എവിടുന്നോ കുറച്ച് സാധനമൊക്കെ മേടിച്ചായിരുന്നു. അപ്പോൾ കിട്ടാത്ത സാധനങ്ങൾ ആ കടയിലുണ്ട്, അതുകൊണ്ട് ആ കടയിലേക്ക് പോകാൻ വേണ്ടി നോക്കുന്നായിരുന്നു. അപ്പോൾ നമ്മളിങ്ങോട്ട് കയറി. അവിടെ ഒരു പാർക്കിംഗ് ഫീസായിട്ട് ഒരു 10 റുപ്പീസ് കൊടുത്തിട്ട് വേണം നമ്മളിങ്ങോട്ട് കയറാൻ. ഇവിടെ ബോട്ടിങ്, പെഡലും തുഴച്ചിൽ ബോട്ടിങ്ങും മറ്റേ ഷിക്കാര ബോട്ടും ഒക്കെ ഉണ്ട്. നമ്മൾ പിള്ളേരുള്ളതുകൊണ്ട് പിന്നെ ബോട്ടിങ്ങിനൊന്നും നിന്നില്ല. ജസ്റ്റ് അവിടെ ചെന്നപ്പോൾ മുതൽ അവിടുത്തെ ഒരു കാറ്റെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി തണുത്ത കാറ്റാണ്. എന്ത് സുഖമാണെന്ന് ചോദിച്ചൊന്നും പറയണ്ട. അവിടെ എത്ര നേരം ഇരുന്നാലും നമുക്കൊരു മടുപ്പും തോന്നത്തില്ല, അത്രയും സുഖമാണ് അവിടെ ഇരിക്കാൻ. ശരിക്കും പറഞ്ഞാൽ ലേക്കിലേക്ക് എന്ന് പറഞ്ഞാൽ നല്ല ഫുള്ളൊരു പച്ചപ്പും തണുത്ത കാറ്റും, അവിടുത്തെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അങ്ങനെ കുറേ സമയം നമ്മൾ അവിടെ ഇരുന്നു, പിന്നെ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ നമ്മൾ നേരെ അടുത്ത സ്പോട്ട് പിടിക്കുകയാണ്, നേരെ എക്കോ പോയിന്റിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ എക്കോ പോയിന്റ് എത്തി. ഇവിടെ എപ്പോഴും നല്ല തിരക്കുള്ള സ്ഥലമാണ്. ഞങ്ങൾ രാവിലെ അങ്ങോട്ട് പോകുമ്പോഴും ഇവിടെ നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ കൂവി കളിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഇവിടെ ബോട്ടിങ്ങും ചെറിയ പരിപാടീസൊക്കെ ഉണ്ട്. പിന്നെ ചൂണ്ടയിടുന്ന ആൾക്കാരുണ്ട്. നല്ല തിരക്കാണ് ഇവിടെ എപ്പോഴും. അങ്ങനെ അവിടുന്ന് നമ്മൾ നേരെ വിട്ടു. ഞങ്ങൾക്ക് മാട്ടുപ്പെട്ടിയിൽ ഇറങ്ങാൻ പറ്റിയില്ല, കുറച്ച് ടൈം ഡിലേ ആയതുകൊണ്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവുകയാണ് ചെയ്തത്. പിന്നെ പോകുന്ന വഴിക്ക് നമ്മുടെ നീലവാഗ കണ്ടപ്പം അവിടെ ഇറങ്ങി കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു.
ഈ വാഗ പൂത്ത് വെക്കുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. നമ്മുടെ മനസ്സ് നിറയുന്ന പോലത്തെ ഒരു കാഴ്ചയാണ്, അത്രയും രസമാണ് കാണാൻ. അപ്പോൾ നമ്മൾ മൂന്നാർ എത്തിയിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറുവാണ്. നമ്മൾ അലിബാബയിലാണ് കഴിക്കാൻ കയറിയത്. വലിയൊരു മെച്ചമില്ലായിരുന്നു, പിന്നെ ഞങ്ങൾ വലിയ ഹെവി ആയിട്ട് കഴിച്ചുമില്ല. അങ്ങനെ നമ്മൾ നേരെ റൂം പിടിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.